ഇതൊക്കെ ഞങ്ങൾ അന്നൊന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഈ ബാർബർ ഷാപ്പിലെ കസേരയിൽ ഇരുന്നായി കിടന്ന് തിരിയാ. നിങ്ങള് മശായിഖിനെ പഠിപ്പിക്കാനൊന്നും ആയില്ല. അതുകൊണ്ട് ഉറപ്പിച്ച് പറയുന്നു, ഖാലിഖ് അല്ലയാണ്, റാസിഖ് അല്ലയാണ്, റഹീം അല്ലയാണ്, റഊഫ് അല്ലയാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവനോട് പങ്കുകാരനായി ആരുമില്ല. എല്ലാം അടിസ്ഥാനപരമായി അവനാണ്. അവനെ പോലെ ആരുമില്ല. അവൻ മാത്രമാണ് അല്ലാഹ്. അവൻ മാത്രമാണ് പടച്ചോൻ. അവൻ മാത്രമാണ് ഭക്ഷണം തരുന്നവൻ. അവൻ മാത്രമാണ് ഇലാഹ്. ഒരു തർക്കവുമില്ല. പക്ഷേ അതെല്ലാം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഖലീഫമാരുണ്ട്. കിതാബ് പാഠം ഒന്നുകൂടി ഉണ്ട്. ടൈമില്ലാത്തതുകൊണ്ട് പാഠം വെക്കുകയാണ്. ഞാൻ അടുത്ത് ഞാൻ വായിച്ചുതരാം. നിങ്ങളെ കിതാബ് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ 4 കിതാബികൾ, നിങ്ങളെ കിതാബികൾ വീണുരുളുന്ന കിതാബികളാ. കാരണം എന്താ? ഫത്താഹ് ഇറങ്ങിയിട്ടുണ്ട്. അതന്നെ കാരണം. രക്ഷപ്പെടൂലല്ലോ നിങ്ങൾ ഏടുന്ന് നീച്ചു വരിക. ഔലിയാക്കന്മാരെ വേഷാണല്ലോ പോലെ അതിൻ്റെ ഇടക്ക് പറഞ്ഞു അല്ലേ? വേഷം, ഔലിയാക്കന്മാരെ വേഷം അങ്ങനെ ഒരു സംഭവമല്ല. ഒരേത് വേഷത്തിലുണ്ടാവും, ഏത് വേഷത്തിലുണ്ടാവും. ഒരേ വേഷത്തിലെ ഔലിയാക്കന്മാര് പാടുള്ളൂ എന്ന നിലപാട് നിങ്ങളുടേതാണ്. അതിന് അഹ്ലുസുന്നയുമായി ബന്ധമല്ല. ഒറ്റ ഇബാറത്തെടുക്ക് അല്ല ജീവിതത്തിൽ മറുതിയ. ഇതൊക്കെ ഞങ്ങളെ നേതാവായ ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി ഔലിയാക്കന്മാരെ വേഷം നോക്കി എതിർക്കുന്ന ഇവിടെ കുറച്ച് ആളുകൾ വരുന്നു പഠിപ്പിച്ചു തന്ന ആളാണ് ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി. അത് പ്രായോഗികമായി കാണിച്ചെന്ന ഒരാളുണ്ട് നമ്മുടെ കേരളത്തിൽ. എല്ലാ ഉലമാഇനെയും ഇരുത്തിയിട്ട് നല്ല ഫാൻറ്റും കുപ്പായിട്ട് വന്ന് ക്ലീൻ ഷേവായിട്ട് വന്നിട്ട് അന ഖുത്ബുല്ലാലമെന്ന് പ്രഖ്യാപിച്ച നേതാവ് മഹാനായ മടവൂരി ശൈഖുന. അത് പോരടോ നിങ്ങൾക്ക് ഉദാഹരണം. മടവൂരി ശൈഖുന നല്ല ഫാൻറ്റും കുപ്പായിട്ടുണ്ട് വന്ന്. മാത്രമല്ല താടിയാണ് പഠിച്ച് മുഴുവൻ പഠിച്ച്. എന്നിട്ടോ അന ഖുത്ബുല്ലാലെന്ന് പ്രഖ്യാപിച്ച് വലിയ നേതാക്കളടക്കം ശൈഖുൽ മശായിഖാണ്, ഖുത്ബുല്ലാലമാണ് വരിക്ക് പറയല്ലേ. അതാണ് മടവൂരി ശൈഖുന. അത് തന്നെ പോരെ തെളിവ്. ഫാൻറ്റും നിങ്ങള് തലയെക്കെട്ട് കക്കൂസ് വരെ അയക്കാതെ നിന്ന്, നിങ്ങൾ ബെഡ്റൂമിൽ വരെ അയക്കാതെ, ചിലരൊക്കെ അങ്ങനെയല്ല തലയെക്കെട്ട് ഉറങ്ങുമ്പോഴും ഉണ്ടാവുമല്ലോ. ഒരേ വേഷമായിട്ട് ഇങ്ങനെ പോന്ന് എല്ലാം ഉണ്ടായിട്ട് നിങ്ങളെ കുറിച്ചോ ആരും കുത്തുബ് പോയിട്ട് വലിയ പോലും പറഞ്ഞതുമില്ല. അതല്ലേ ഉണ്ടായത്. ഇവലിപ്പോ എന്നും ഇങ്ങനെ ഇതായിട്ട് നടന്ന് ആരും ഒന്നും പറഞ്ഞില്ല. താടി അടക്കം പഠിച്ചിട്ട് ശൈഖുന പാൻറ് ഇട്ടിട്ട് വന്ന് ആന ശൈഖുൽ മശായിഖ് എന്നാണ് പ്രഖ്യാപിച്ച് 2 സമസ്ത ഉറപ്പിച്ചു പറഞ്ഞു സിയം വലിയുള്ള. അതന്നെ മതി. കിതാബൊന്നും ആവശ്യമില്ല. ഇവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാനായ ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ. ഇനി അങ്ങനെ വരുമ്പോ അതിൽ പെട്ടുപോണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി തങ്ങളല്ല ജീവിതത്തിൽ മറുതിയ അന്ന ഇമ്മത്തിൽ ഫുഖഹാഇ വസൂഫിയ എന്ന ഗ്രന്ഥം വസമിഅതുഹു യഖൂൽ, എൻ്റെ ശൈഖായ സയ്യിദി അലിയുൽ മർസഫി തങ്ങൾ പറയാറുണ്ട്, കൈഫ യംബഗി ലിമുഅ്മിനിൻ. എപ്പോഴും അവർ ചോദിക്കാറുണ്ട്, ഒരു വിശ്വാസിയായ ആൾക്ക് എങ്ങനെ പറ്റും? വിശ്വാസിയെ കുറിച്ചാണ്, നേൽവാദിയെ കുറിച്ചല്ല ചർച്ച. വിശ്വാസിക്ക് എങ്ങനെ പറ്റും? വിമർശിക്കുക, നിഷേധിക്കുക. അലൽ ഫുഖറാ, ഔലിയാക്കളെ എങ്ങനെയാണ് നിഷേധിക്കുക? എങ്ങനെയുള്ള ഔലിയാക്കളാണ്? അൽ മുതമസ്സിഖീൻ ഫീ മഹബ്ബത്തില്ലാഹി തആല, അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിൽ അവരങ്ങോട്ട് ആഴ്ന്നിറങ്ങിപ്പോയി. അത് മാത്രമേ അവർ നോട്ടമുള്ളൂ. അവരെ കൽബാണ് പ്രധാനം. ഞങ്ങൾ മശായിഖിനെ കണ്ടുകൂടിയത് അവരെ തലപ്പാവ് കണ്ടു കൂടിയതല്ല നിയൽവാദികളെ. അവരെ കൽബ് അല്ലാഹുവിന്റെ അൻവാറുകൾ പ്രവഹിക്കുന്ന സ്ഥലമാണത്. അതാണ് ഇമാം അവറുകൾ പറയുന്നത്. അവർ പല കോലത്തിലുണ്ടാകും. ചെരുപ്പ് ധരിക്കാത്ത ഔലിയാക്കന്മാരെ നിനക്ക് കാണാം. മിനൽ ഖുംസാൻ, നീയൊക്കെ ധരിച്ച പോലെ വലിയ വലിയ കമീസ് ഇട്ട് നടക്കുന്ന ഔലിയാക്കളല്ലാത്ത ഔലിയാക്കളിൽ തന്നെ കമീസ് ഒന്നുമില്ലാതെ ഈ ധരിക്കണ ഈ നീളക്കുപ്പായില്ലേ കമീസ്, അതൊന്നും എടുക്കാത്ത ആളുകളെ തന്നെ കാണാം. ചിലപ്പോ ഒരു കുപ്പായി പോലും ഉണ്ടാവില്ല.
എതിർക്കാൻ പോകണ്ട, മുഅ്മിനെ എതിർക്കാൻ പറ്റൂല. എന്നിട്ട് ഒന്നുകൂടി പറയാ, മനസ്സിലായിട്ടില്ലേ? കമീസ് ഉണ്ടാവൂല എന്ന് മാത്രല്ല, ചിലപ്പോ ബിലാ ഖലൻസുബ, തൊപ്പി ഉണ്ടാവില്ല, തലപ്പാവ് ഉണ്ടാവില്ല. ബിലാ ഖലൻസുബ വലാ ഇമാമ, ഔലിയാക്കന്മാരെ നടത്തത്തിൽ ചിലപ്പോ തലപ്പാവ് ഉണ്ടാവില്ല, തൊപ്പി ഉണ്ടാവില്ല. ഇതൊക്കെ മുസ്ലിം ജമാഅത്തുകാരെ അന്നെ കണ്ട് ഷെഹറാനിമാമ എഴുതിയതാ. കണ്ണൻക്ക് തൊപ്പി, തലപ്പാവ്, കുപ്പായം, കമീസ് ഇതൊന്നും ഇല്ലാതെ തന്നെ പോലെ വരും. തല തുറന്നിടാന്നുള്ളത്, വൽ ഹഫ ചെരുപ്പ് ധരിക്കാതിരിക്കാന്നുള്ളത്, വഖൽ അൽ ഖമീസ്